നമസ്കാരം. രാജ്യവും കോൺഗ്രസ് പ്രവർത്തകരും കേൾക്കാൻ കാതോർത്തിരുന്ന കാര്യമായിരുന്നു രാഹുൽ ഗാന്ധി തൻ്റെ പഴയ മണ്ഡലമായ അമേഠിയിൽ മത്സരിക്കും എന്നത്. 2019 ലോക്സഭാ ഇലക്ഷനിൽ 1,00,000 വോട്ടുകൾക്ക് ഇവിടെ BJPയിലെ സ്മൃതി ഇറാനി എന്ന് പറയപ്പെടുന്ന വ്യക്തിയോട് രാഹുൽ ഗാന്ധി പരാജയപ്പെട്ടിരുന്നു. ഇക്കുറി കൈവിട്ട മണ്ഡലം തിരിച്ചുപിടിക്കുവാൻ രാഹുൽ ഗാന്ധി ഇറങ്ങുമെന്ന് തന്നെയാണ് എല്ലാവരും പക്ഷേ പ്രതീക്ഷിച്ചത് പോലും. അങ്ങനെയെങ്കിൽ അത് കോൺഗ്രസ് പ്രവർത്തകർ ആവേശപൂർവ്വം ഏറ്റെടുക്കുമായിരുന്നു എന്നുള്ള കാര്യത്തിലും സംശയമില്ല. ഉത്തരേന്ത്യയിൽ അത് കോൺഗ്രസിന് വലിയ ചലനങ്ങൾ ഉണ്ടാക്കുമായിരുന്നു എന്നുള്ളതും സംശയമില്ലാത്ത കാര്യമാണ്. എന്നാൽ എല്ലാവരെയും നിരാശരാക്കിക്കൊണ്ട് അമേഠിയിൽ മത്സരിക്കാതെ തൻ്റെ അമ്മ സോണിയാഗാന്ധിയുടെ മണ്ഡലമായിട്ടുള്ള റായ്ബറേലിയിൽ മത്സരിക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി. സോണിയാഗാന്ധി ആയിരുന്നു റായ്ബറേലിയിലെ കഴിഞ്ഞ കാലം വരെയുള്ള MP എന്ന് പറയപ്പെടുന്നത്. രാജ്യസഭയിലേക്ക് MP ആയി തിരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്ന് MP സ്ഥാനം രാജിവെക്കുകയായിരുന്നു സോണിയാഗാന്ധി. രാഹുൽ ഗാന്ധി ജയിക്കുമെന്നുറപ്പുള്ള വയനാട്ടിലും ഇത്തവണ മത്സരിച്ചിരുന്നു അദ്ദേഹം. മറ്റൊരു ജയിക്കുമെന്നുറപ്പുള്ള റായ്ബറേലിയിൽ കൂടി അദ്ദേഹം മത്സരിക്കുമ്പോൾ ജയിച്ചു വന്നാൽ ഈ 2 സീറ്റിലൊന്ന് ഉപേക്ഷിക്കേണ്ടി വരും എന്നുള്ള കാര്യം സംശയമില്ല. അപ്പോൾ ആ ഒരു ഉപതിരഞ്ഞെടുപ്പിനാകും കളമൊരുങ്ങുക. അമേഠി തിരിച്ചുപിടിക്കുവാൻ രാഹുൽ ഗാന്ധി ഇറങ്ങിയിരുന്നുവെങ്കിൽ അതൊരു നല്ല സൂചനയായിരുന്നു. പക്ഷേ ഇത് സ്വല്പം കടുത്ത കൈയായി പോയി എന്ന് ചിന്തിക്കുന്നവരാണ് ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകരിൽ അധികവും. കാരണം റായ്ബറേലിയിൽ ആരെ മത്സരിപ്പിച്ചാലും വിജയിക്കാമായിരുന്നു. അമേഠിയിൽ ഗാന്ധി കുടുംബത്തിൻ്റെ വിശ്വസ്തനായിട്ടുള്ള നേതാവ് കിഷോരിലാൽ ശർമ്മ, അദ്ദേഹമാണ് സ്മൃതി ഇറാനിക്കെതിരെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുവാൻ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അമേഠിയിലും റായ്ബറേലിയിലും മത്സരിക്കുന്നതിനെ ചുറ്റിപ്പറ്റി ചർച്ചകൾ നീണ്ടതോടുകൂടിയാണ് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനമെന്ന് പറയപ്പെടുന്ന അവസാന മണിക്കൂറിലേക്ക് നീണ്ടുപോയത് എന്നുള്ളതാണ്. രാഹുലും പ്രിയങ്കയും തന്നെ മത്സരിക്കുവാൻ വേണമെന്ന് UPയിലെ നേതാക്കളും പ്രവർത്തകരും അടക്കമുള്ളവർ ഒന്നടങ്കം ആവശ്യപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ടും കോൺഗ്രസിന് സുരക്ഷിതമായിട്ടുള്ള ഒരു മണ്ഡലമാണ് റായ്ബറേലി എന്ന് പറയപ്പെടുന്നത്. രാഹുൽ വയനാട്ടിലും ജനവിധി തേടിയിട്ടുള്ളതാണല്ലോ. അതുകൊണ്ട് വേണമെങ്കിൽ അദ്ദേഹത്തിന് അമേഠിയിൽ മത്സരിക്കാമായിരുന്നു. 2ഇടത്തും വിജയിച്ചാൽ രാഹുൽ ഏത് മണ്ഡലം നിലനിർത്തുമെന്നുള്ള ഇനിയുള്ള ഒരു ചോദ്യം ഉണ്ടാകുന്നുണ്ട്. റായ്ബറേലിയിൽ പ്രിയങ്ക ഗാന്ധി മത്സരിച്ചിരുന്നുവെങ്കിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഒഴിവാക്കി ഇന്ത്യ മുന്നണിക്ക് ഒരു MPയെ കൂടെ അധികമായി ഉണ്ടാക്കാമായിരുന്നു എന്നുള്ള ചിന്തകൾ കൂടി വരുന്നുണ്ട്. 2019 സോണിയാഗാന്ധി പരാജയപ്പെടുത്തിയ ദിനേശ് പ്രതാപ് സിംഗാണ് ഇക്കുറിയും റായ്ബറേലിയിൽ നിന്ന് BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് എന്നുള്ളതാണ്. അമ്മ നിന്ന സീറ്റിൽ നിന്ന് മത്സരിക്കുവാനാണെങ്കിൽ പിന്നെ രാഹുൽ ഗാന്ധി എന്തിനാണ് വയനാട് കൂടി തിരഞ്ഞെടുത്തത് എന്നുകൂടി ഒരു ചോദ്യമുണ്ട്. പ്രിയങ്ക ഗാന്ധിയാണ് മത്സരിച്ചിരുന്നതെങ്കിൽ ഒരു MP കൂടി ഇന്ത്യ മുന്നണിക്ക് അധികം കിട്ടുമായിരുന്നു എന്നുള്ള വാദവും ഉണ്ടാകുന്നുണ്ട്. എല്ലാ കാലവും കോൺഗ്രസിനെ വിജയിപ്പിച്ചിരുന്ന മണ്ഡലങ്ങളായിരുന്നു റായ്ബറേലിയും അമേഠിയും എന്ന് പറയപ്പെടുന്നത്. രാഹുലിൻ്റെ സ്വഭാവം വെച്ചിട്ട് റായ്ബറേലിയും BJPയുടെ കയ്യിലെത്താൻ ഇനി അധികം താമസം ഉണ്ടാകില്ല. കാരണം സോണിയാഗാന്ധി തൻ്റെ ഭർത്താവ് രാജീവ് ഗാന്ധിയുടെ മരണശേഷം പൊന്നുപോലെ കാത്തുസൂക്ഷിച്ച ഒരു മണ്ഡലമായിരുന്നു ഈ അമേഠി എന്ന് പറയപ്പെടുന്നത്. മകൻ രാഹുൽ ഗാന്ധി രാഷ്ട്രീയത്തിൽ സജീവമായപ്പോൾ മകന് സുരക്ഷിത സീറ്റൊരുക്കുവാൻ വേണ്ടി സോണിയാഗാന്ധി ആ അമേഠി വിട്ട് റായ്ബറേലിയിൽ മത്സരിക്കുവാൻ ഇറങ്ങിത്തിരിച്ചു. എന്നാൽ മകൻ്റെ സ്വഭാവ ഗുണം കൊണ്ട് അമേഠി എന്ന കോൺഗ്രസിൻ്റെ പരമ്പരാഗത മണ്ഡലം പിന്നീട് BJPയുടെ കൈകളിൽ ഭദ്രമായി എത്തിച്ചേരുകയായിരുന്നു. ഇതാണ് ഇന്ത്യ കണ്ട കാഴ്ച. ഇനി റായ്ബറേലിയിലും അതുപോലെ ആകാതിരിക്കട്ടെ എന്ന് വേണമെങ്കിൽ പ്രാർത്ഥിക്കാം. രാഹുലിൻ്റെ സ്വഭാവം വെച്ചിട്ട് വളരെയധികം കാലം ജനങ്ങൾ ജയിപ്പിക്കില്ല എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിനാൽ 5 കൊല്ലം എല്ലാ 5 കൊല്ലവും തോൽവി പേടിച്ച് മണ്ഡലം മാറ്റാൻ പറ്റില്ല എന്നുള്ള കാര്യവും സംശയമില്ല. ജയിച്ചതിന് ശേഷം രാഹുൽ തിരിഞ്ഞു നോക്കിയില്ല എങ്കിൽ പോലും എല്ലാ പ്രാവശ്യവും കണ്ണും പൂട്ടി ജയിക്കണം. അങ്ങനെ ഒരു ലോക്സഭാ മണ്ഡലം കണ്ടുപിടിക്കേണ്ടതുണ്ട് രാഹുൽ ഗാന്ധിക്ക്. അങ്ങനെയാണല്ലോ അദ്ദേഹം വയനാട്ടിൽ മത്സരിക്കുവാൻ എത്തിയത് പോലും. വയനാട്ടിലെ ജനങ്ങൾ പാവങ്ങളാണ്. അടുത്ത പ്രധാനമന്ത്രിയാവുമെന്ന് വിശ്വസിപ്പിച്ച് വോട്ട് ചെയ്ത് രാഹുലിനെ 2019 തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിച്ചത് അതുകൊണ്ടാണവർ. ഇനി എവിടെ തോറ്റാലും വയനാട്ടിൽ നിന്ന് ജയിക്കാമെന്ന് രാഹുൽ ഗാന്ധിയും ഇപ്പോൾ കരുതിയിരിക്കുകയാണ്. വയനാട്ടുകാരെ ഇങ്ങനെ മണ്ടന്മാരാക്കി എന്ന് വേണം പറയുവാൻ. വയനാട്ടിൽ അദ്ദേഹത്തിന് വോട്ട് ചെയ്തവർ ഇപ്പോൾ ആരായി? ഇപ്പോൾ മനസ്സിലായില്ലേ? കേരളത്തിലേക്ക് പേടിച്ചു വന്നതാണ് എന്നുള്ള കാര്യം സത്യമാണ് എന്ന്. കഷ്ടം. ഇങ്ങനെ ഒരു നേതാവുണ്ടോ എന്ന് ചോദിക്കേണ്ടി വരും. ഇതുവരെ കൈവിടാത്ത വയനാടിനോട് ഇത് വേണ്ടായിരുന്നു രാഹുൽ ഗാന്ധി. വളരെ കാലം തന്നെ MP ആക്കിയ അമേഠിയിൽ മത്സരിക്കാൻ നിൽക്കാതെ രാഹുൽ ഗാന്ധി സുരക്ഷിത മണ്ഡലമായിട്ടുള്ള റായ്ബറേലി മത്സരിക്കുവാൻ തീരുമാനിച്ചപ്പോൾ ഒരു സന്ദേശമാണ് രാഹുൽ ഗാന്ധിയും കൂട്ടരും കോൺഗ്രസ് പ്രവർത്തകർക്ക് നൽകിയത് എന്നുള്ളതാണ്. അമേഠിയിൽ മത്സരിക്കുവാനുള്ള ശേഷി കോൺഗ്രസിന് ഇല്ല എന്ന് അറിയിക്കുന്ന ഒരു സന്ദേശം. ഇനി അവിടെ ഒരിക്കൽ കൂടി BJPയുടെ സ്മൃതി ഇറാനി വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചാലും അത്ഭുതപ്പെടേണ്ട കാര്യവുമില്ല. ഇതാണ് ഭാരതത്തിൻ്റെ ഭാവി പ്രധാനമന്ത്രിയുടെ തൻ്റെ ഇടമെന്ന് പറയപ്പെടുന്നത്. അമേഠിയിൽ നിന്നാൽ വിജയമുറപ്പാണ് എന്ന് രാഹുൽ ഗാന്ധിക്ക് അറിയാം.
അതാണല്ലോ റായ്ബറേലിയിലും ഒപ്പം വയനാട്ടിലും മത്സരിക്കുവാൻ ഇദ്ദേഹം എത്തിച്ചേർന്നത്. ഇനി വിജയിക്കുവാന്ന റായ്ബറേലി പോലുള്ള സീറ്റിൽ മത്സരിച്ച് ഉത്തരേന്ത്യ മുഴുവൻ തരംഗമുണ്ടാക്കി കോൺഗ്രസിന് കൂടുതൽ എം പിമാരെ സൃഷ്ടിക്കുവാൻ പോവുകയാ നമ്മുടെ അണ്ണനെന്ന് വേണമെങ്കിൽ പറയാം. എന്തൊരു കരുതലാണ്! ശരിക്കും ഇങ്ങനെ ഒരു നേതാവിനെ ചുമക്കണോ എന്ന് കോൺഗ്രസ് പാർട്ടിയും നേതാക്കളുമാണ് തീരുമാനിക്കേണ്ടത്. കാരണം ഇത്രയും ഗതികേട് ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഉണ്ടാകാതിരിക്കട്ടെ. സ്വന്തമായ ഒരു തീരുമാനമെടുക്കാൻ കഴിയാതെ രാജ്യവും കോൺഗ്രസും ഒക്കെ എപ്പോഴും തന്നോടൊപ്പം ഉണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്ന രാഹുൽ ഗാന്ധിയെ പോലൊരു ചെറുപ്പക്കാരന് ഇതെന്തു പറ്റിയെന്ന് ഇനി ഭാരതം മുഴുവൻ ചിന്തിക്കും. കാരണം തനിക്ക് മത്സരിക്കുവാൻ കഴിയുന്ന ഒരു മണ്ഡലം അമേഠിയാണെന്നിരിക്കെ ആ അമേഠിയെ ഒഴിവാക്കിക്കൊണ്ട് ആ അമേഠിയിൽ തനിക്ക് വിജയിക്കുവാൻ കഴിയില്ല, അവിടെ സ്മൃതി ഇറാനി തന്നെ വീണ്ടും വിജയിക്കുമെന്ന് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ടാണല്ലോ അദ്ദേഹം റായ്ബറേലിയിലേക്ക് പോകുന്നത് എന്നുള്ള ഒരു സങ്കടവും വിഷവും അമേഠിയിലെ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിലുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ അമേഠിയെ തള്ളിക്കളഞ്ഞുകൊണ്ട് കോൺഗ്രസിൻ്റെ പരമ്പരാഗത സീറ്റായ അമേഠിയെ BJPയുടെ പാതാരബിന്ദങ്ങളിൽ സമർപ്പിച്ചിട്ടാണ് ഇപ്പോൾ റായ്ബറേലിയിലേക്ക് രാഹുൽ ഗാന്ധി പോകുന്നത്. അടുത്ത തിരഞ്ഞെടുപ്പിൽ റായ്ബറേലിയും BJPക്ക് സ്വന്തമാവുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല. ഇങ്ങനെ വയനാട്ടിലും റായ്ബറേലിയിലും മത്സരിച്ച് രാഹുൽ ഗാന്ധി ഇന്ത്യൻ പ്രധാനമന്ത്രിയാകാമെന്ന സ്വപ്നത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഇതാണോ നേതാവ്, ഇങ്ങനെയാണോ ഒരു നേതാവ് ഉണ്ടാകേണ്ടത് എന്ന് കോൺഗ്രസ് അണികളടക്കം ചിന്തിക്കുന്നുണ്ട്. കാരണം അമേഠി പോലൊരു സ്ഥലത്ത് സ്മൃതി ഇറാനിയല്ല ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നു നിന്ന് മത്സരിച്ചുവാലും അദ്ദേഹത്തിനെതിരെ മത്സരിക്കുവാനുള്ള ചങ്കൂറ്റവും കരുത്തും കാണിക്കുകയാണ് ഒരാണായി പിറക്കുന്ന ഒരു മനുഷ്യനുണ്ടാകേണ്ടത്. രാഹുൽ ഗാന്ധി അങ്ങനെയാണ് ചെയ്തിരുന്നുവെങ്കിൽ അമേഠിയിലെ ജനങ്ങൾ രണ്ട് കൈ നീട്ടി അദ്ദേഹത്തെ സ്വീകരിച്ചിനെ. പരാജയപ്പെട്ടാലും അതൊരു വിജയം തന്നെയാണ് എന്ന് അവർ ചിലപ്പോൾ ചിന്തിച്ചേനെ.